Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3 BBA under Kerala University, and myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. In this section, we are going to discuss the role of state and government in social control. So this is a continuation of last class portion. So last class we already discussed what is political institution. So in continuation, we can discuss the role of state and government in social control. Let's see in detail. So let's discuss the role of state and government in social control. So these some main functions of a state as an agency of social control are safeguard fundamental rights, regulates family relations, welfare organization, control by punishment, formulates law, spreads education, internal and external protection, health protection, and the miscellaneous and social reforms. So let's discuss one by one. The first is safeguard fundamental rights. So here, freedom of speech, freedom to earn and maintain property, protection against exploitation are some of the fundamental rights which are granted to every citizen and state safeguard them. ഇല്ല അപ്പോൾ ആദ്യം പറയുന്ന ഒരു സേഫ് ഗാർഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും റൈറ്റ്സ് ഇല്ലേ ഒരു ഫണ്ടമെൻ്റൽ ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സേഫ് ഗാർഡ് ചെയ്യുക. അപ്പോൾ അതിലെന്താണ് ഫ്രീഡം ടു സ്പീച്ച്, നമുക്ക് എവിടെയും സംസ്കാരിക്കാനുള്ള അവകാശം, ഫ്രീഡം ടു ഏൺ സമ്പാദിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഇല്ലേ നമുക്കുള്ള സമ്പത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ നമ്മളെ ചൂഷണം ചെയ്തതിനെതിരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ ദീസ് ആർ ദി സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് ആർ ഗ്രാൻഡഡ് ടു എവറി സിറ്റിസൺ ആൻഡ് സ്റ്റേറ്റ് സേഫ് ഗാർഡ് ദം. അപ്പം എല്ലാ തരത്തിലും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ സിറ്റിസൺസിനും ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഈ റൈറ്റ്സിനെതിരെ നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുന്നു. സെക്കൻഡ്, റെഗുലേറ്റ്സ് ഫാമിലി റിലേഷൻ. That is, the state fixes up age of marriage, sets condition for marriage, defines rule of succession and mutual rights and duties of all members in a family. These rules fix up responsibility of looking after the children, wife and other members of the family. The second we can discuss regulates family relation. We all know that the state fixes up ഏജ് ഓഫ് മാരേജ്. ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരാണിനും ഒരു പെണ്ണും വിവാഹം ആകണമെങ്കിൽ അതിന് സ്റ്റേറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രായപരിധിയുണ്ട്. ആൻഡ് ദ സ്റ്റേറ്റ് കണ്ടീഷൻസ് ഫോർ മാരേജ്, ഇനി ആ വിവാഹത്തിന് ചില കണ്ടീഷൻ, ഓരോ മതത്തിനും അതിൻ്റെതായ കണ്ടീഷൻസ് ഉണ്ട്. ഡിഫൈൻ റൂൾ ഓഫ് സക്സഷൻ ആൻഡ് മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഇൻ എ ഫാമിലി. അതാണെങ്കിൽ ഒരു കുടുംബമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലി ഓരോരുത്തർക്കും അവരുടേതായ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. ആൻഡ് സോ these rules fix up responsibility for looking after the children, wife and other members of the family. അപ്പം ഈ റൂൾസിനകത്താണ് അല്ലേ ഒരു കുട്ടികളെയും ആ പേരൻസിനെയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് കുടുംബമല്ലേ ഫാമിലി കോർട്ട് നമ്മൾ കേസിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നതിൻ്റെ ഒരു കാരണം തന്നെ നിയമങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം ഓരോരുത്തർക്കും ഒരു ഹസ്ബൻഡ് തൻ്റെ വൈഫിനെയും കുട്ടികളെയും നോക്കുക, പേരൻസ് കുഞ്ഞുങ്ങളെ നോക്കുക, അല്ലെങ്കിൽ പേരൻസ് ഓൾഡ് ഏജ് ആയ പേരൻസിനെ മക്കൾ നോക്കുക. അപ്പോൾ ഇതിനൊക്കെ ചില റൈറ്റ്സുകൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താണ് കോർട്ടിൽ കേസിനൊക്കെ പോകുന്നത്. ആൻഡ് സോ റെഗുലേറ്റ്സ് ഫാമിലി റിലേഷൻ. ആൻഡ് തേർഡ് ഇസ് വെൽഫെയർ ഓർഗനൈസേഷൻ. So modern state makes policy to provide basic facility to backward classes and tribes. So at times one group is exploited by the other in society, then it acts as a welfare agency. But welfare organization, അതായത് the modern state makes policy to provide basic facility to backward classes and tribes. അപ്പം ഇല്ലേ ഈ പുറകോട്ട് നിൽക്കുന്ന അല്ലേ ബാക്ക്വേർഡ് ക്ലാസ് അല്ലേ SC ST ആവാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ട്രൈബ്സ് അല്ലേ അവർക്കൊക്കെ എന്താണ് ഗവൺമെൻറ് ഒരുപാട് പോളിസീസ് അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു മുൻഗണന റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സോ at times one group is exploited by other in society, then act as a welfare agency. അപ്പം ഈ ഗ്രൂപ്പിനെയൊക്കെ സൊസൈറ്റിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ
അത് എന്താണ് സ്റ്റേറ്റ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ വെൽഫെയർ ഏജൻസി എന്ത് ചെയ്യണം, എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. So the state acts as a welfare organization. So next is control by punishment. So the state has power to give physical punishment to any criminal. That is, the fear of punishment often checks the antisocial and illegal activities of the people. ഇപ്പോൾ ഒരു കൺട്രോൾ ഓഫ് പണിഷ്മെൻറ്റ് ഇല്ല, അതായത് എന്തെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റ് പറയുന്ന പോളിസീസ് റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ്സ് ഉണ്ട് ഇല്ലേ, പണിഷ്മെൻറ്റ് ഈടാക്കുക. അപ്പം ഇതിൽ പേടിച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ക്രൈമിൽ നിന്ന് ഒഴിവല്ലേ, ക്രൈം ചെയ്താൽ അതിന് എന്താണ് ഗവൺമെൻറ് ശിക്ഷ ഈടാക്കും. അപ്പോൾ ഈ ശിക്ഷ, ഈ ക്രൈമിന് ഇന്ന ശിക്ഷയാണ്, അപ്പോൾ ഈ പണിഷ്മെൻറ്റ് പേടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റി സോഷ്യലായിട്ടോ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ പിന്മാറിയിരിക്കണം. Clear with the point? So we discuss safeguard fundamental rights, regulates family relation, welfare organization, and the fourth is control by punishment. So the next is formulates law. That is, in order to save society from splitting up into small vested interested groups, the state often formulate such laws as are essential for common welfare of society and its checks anti-social activities. ഇപ്പോൾ ഫോർമുലേറ്റ്സ് ലോ ഇല്ലേ, അതിനെക്കുറിച്ച് നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക എന്തിനാണ്, ഇൻ ഓർഡർ ടു സേവ് സൊസൈറ്റി ഫ്രം സ്പ്ലിറ്റിംഗ് അപ്പ് ഇൻ ടു സ്മോൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് ഇല്ലേ, അതായത് ചില ഗ്രൂപ്പ്സിനെ ഇല്ലേ, കുഞ്ഞു ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഭിന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ചില നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ദി ഓഫൻ സച്ച് ലോസ് ആർ എസെൻഷ്യൽ ഫോർ കോമൺ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി, അതായത് ചില ഏരിയയിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്താണ് ആൾക്കാർ ചൂഷണം ചെയ്യാൻ സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഏരിയയിൽ അങ്ങോട്ട് അതിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഇല്ലാത്തതും ചില ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ കണ്ടുപിടിച്ച് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ചില നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കണം. അതിനെയാണ് അവിടെ ഫോർമുലേറ്റ്സ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഇസ് സ്പ്രെഡ്സ് എഡ്യൂക്കേഷൻ. മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ആർ taking educational setup in their own hands to spread education to all, that is poor and rich. So different schemes are framed and scholarships are given to backward classes of society. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുക. അപ്പം ഓൾമോസ്റ്റ് ഇല്ലേ എല്ലാ സ്റ്റേറ്റും തന്നെ എന്താണ് എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ. മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ആർ ടേക്കിംഗ് എഡ്യൂക്കേഷൻ സെറ്റപ്പ് ഇൻ ദ ഓൺ ഹാൻഡ് ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ടു ഓൾ, ദാറ്റ് ഈസ് പുവർ ആൻഡ് റിച്ച് ഇല്ലേ, അതായത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരുപോലെ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. So different schemes are framed and scholarships are given to backward classes of the society. അങ്ങനെയാണെങ്കിൽ ഇല്ലേ പണക്കാരനോ പാവപ്പെട്ടവനൊന്നും വ്യത്യാസമില്ല എന്ന് പറയുമെങ്കിൽ പാവപ്പെട്ടവനാകട്ടെ അവർക്ക് എന്താണ് ഒത്തിരി സ്കോളർഷിപ്പുകൾ, അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡ് ക്ലാസ് സൊസൈറ്റിക്ക് വേണ്ടി ചില സ്കീംസുകളില്ലേ, അവരുടെയും കുട്ടികൾ പഠിക്കണം, പണമില്ലാത്തവരും പഠിക്കണം എന്നൊരു ചിന്തയിൽ ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടി എന്താണ് ഒരുപാട് scholarships government provide ചെയ്യുന്നു. So we can say that most of the states are taking educational setup in their own hands to spread education to all, that is poor and rich. Next is internal and external protection. With the help of police, army and the border security force, that is BSF, every state provides security against internal and external attacks. ഇനി നമ്മളെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻ ഇല്ലേ, നമ്മളെ അകത്തു നിന്നും പുറത്തു നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇല്ലേ, അവിടെ പറയുന്നത് എന്താണ്, ഒന്ന് നമ്മുടെ ഇല്ലേ പോലീസുകാർ, നമ്മുടെ കേരളത്തിൽ ആണെങ്കിൽ നമ്മുടെ പോലീസുകാരാവാം, ചില ആർമി അല്ലെങ്കിൽ ബോർഡർ ഫോഴ്സ്, നമ്മുടെ രാജ്യത്തെ ബോർഡറിൽ നിന്ന് സംരക്ഷിക്കുന്ന സൈനികർ. അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ അറ്റാക്സ് അല്ലേ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കുക, നമ്മുടെ സ്റ്റേറ്റ് ഇല്ലേ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടാകാതിരിക്കുക, ഇതെല്ലാം നമ്മളെ ഗവൺമെൻറ് അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ. ദാറ്റ് ഈസ് സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് hospitals, maternity and child centers, dispensaries and health centers to protect its citizens against diseases. So it also promotes family planning.
അതുപോലെ തന്നെ എന്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഇല്ലേ, നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പം ഹോസ്പിറ്റൽസ് ആവട്ടെ, അല്ലെങ്കിൽ മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് സെൻറ്റേഴ്സ് ഇല്ലേ, കുട്ടികളായാലും അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീകൾക്ക് വേണ്ടി ഡിസ്പെൻസറി, അതുപോലെ ഹെൽത്ത് സെൻറ്റേഴ്സ്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സിറ്റിസൺസിനും അസുഖങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റേതായ തന്നെ ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറികളും അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഒരു ഫാമിലി പ്ലാനിങ് ഇല്ലേ, നമുക്ക് രണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങനെയുള്ള ചില ഫാമിലി പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും തന്നെ എന്താണ് നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തക്ക രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദ ലാസ്റ്റ് ഈസ് miscellaneous social reforms. That is, it checks exploitation of a particular group. That is, it involved the problem of widow, dowry problem, child marriage and untouchability by passing many acts. ഇത് കൂടാതെ ചില മിസലേനിയസ് ആയിട്ടുള്ള സോഷ്യൽ റിഫോംസ് എന്തൊക്കെയാണ് നമുക്ക് തന്നെ അറിയാം അല്ലേ. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ്, ചില ഗ്രൂപ്പിനെ മാക്സിമം ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലേ, അതായത് വിഡോസിൻ്റെ പ്രോബ്ലംസ്, അതായത് പണ്ടൊക്കെ സ്ത്രീകൾ അല്ലേ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ സൊസൈറ്റിയിൽ ജീവിച്ചിരുന്ന അല്ലേ ഒരു ശരിക്കും വേറൊരു സിറ്റുവേഷനിലായിരുന്നു അല്ലേ, വീണ്ടും ഒന്ന് വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാനോ ഉള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പം അതിനെയൊക്കെ ചില നിയമങ്ങൾ കൊണ്ടുവന്ന് ഗവൺമെൻറ് മാറ്റിയെടുത്തു. പിന്നെ ഡൗറി പ്രോബ്ലംസ് അല്ലേ, സ്ത്രീധനം എന്ന് പറയുന്നതിൻ്റെ ചില ഇഷ്യൂസ്. പിന്നെ ചൈൽഡ് മാരേജ് അല്ലേ, ശൈശവ വിവാഹം നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അൺടച്ചബിലിറ്റി, തൊട്ടു തീണ്ടായികൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതെല്ലാം തന്നെ സൊസൈറ്റിയിൽ നിന്ന് എടുത്ത് മാറ്റിയത് എങ്ങനെയാണ്, ഓരോ നിയമങ്ങളിലെ സമയാസമയങ്ങളിൽ ചില ലോസ് അമെൻഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം എടുത്തു മാറ്റിയത്. സോ ഇഫ് സ്റ്റേറ്റ് ക്യാൻ മെയിൻറ്റെയിൻ law and order in society, then other institution will also work effectively. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലോ ആൻഡ് ഓർഡർ, സൊസൈറ്റിയിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരുപോലെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. So today we discuss the role of state and government in social control. I hope you all understood the portion. So let's sum up that the main functions of the state are safeguard the fundamental rights. So here we discussed that freedom of speech, freedom to earn and maintain property, protection against exploitation. These are the fundamental rights granted to every citizen. Second, we discussed that regulates family relation. It says that state fix up the age of marriage, set conditions for marriage, define rules of succession and mutual rights and duties of all members in a family. Third, we discussed the welfare organization. That is, modern state provide policy to basic facility to backward area അല്ലെങ്കിൽ backward classes and stripes. So all time one group is exploited by the other in a society, then it acts as a welfare agency. And fourth, we discussed control by punishment. Here we says that state has power to give physical punishment to any criminal, and so the fear of punishment often check the antisocial and illegal activities of the people. Fifth, we can discuss Formulates law. Here we says that in order to save society from splitting up into small vested interested group, the state often formulate such laws are essential for common welfare of society. Next, we discuss it spreads education. That is, most of the state are taking educational setup in their own hands to spread education to all, that is, poor and rich. And next, we discuss the internal and external protection of the citizen. That is, with the help of police, army and the border security force, each or every state provide security against internal and external attack. Next is health protection. Here we says that state set up hospitals, child centers or dispensaries or health center to protect its citizen against diseases. And the last, we discuss miscellaneous social reforms. Here it checks exploitation of a particular group. For example, we can say it solved the problem of widow, dowry problem, child marriage and untouchability by passing many acts. So these are the portions to be covered by today. I hope you all understood the portion. So this is the end of today's section. Prepare well, study well. Thank you.